ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി മഷ്റൂം റൈസ് ആണ് കേട്ടോ. സോ വെൽക്കം ടു വി ഹാൻഡ്സ് റെസിപ്പീസ്. ഇതിനായിട്ട് നമ്മൾ ഒരു 10 to 15 വരുന്ന ഗാർലിക് ക്ലൗസ് ആണ് എടുത്തിട്ടുള്ളത്. സോ അതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ ഹോൾ പെപ്പർ അതൊരു ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. അടുത്തതായിട്ട് നമ്മുടെ കറി ലീവ്സ് അതും ചേർത്ത് കൊടുത്തു. പിന്നെ കാഷ്യൂനട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഒരു ഏകദേശം 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇല്ല എങ്കിൽ പീനട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇത് നമ്മുടെ വെളിച്ചെണ്ണയിൽ വേണം ചെയ്യാനായിട്ട്. അപ്പം കോക്കനട്ട് ഓയിലിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുത്തിരിക്കുകയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ. ഇനി ഇതൊന്ന് പൊടിച്ച് മാറ്റി വെക്കണം. അടുത്തതായിട്ടൊരു കടായി വെച്ചതിലേക്ക് നമ്മൾ ഒരു വലിയ സവോള, അതുപോലെ തന്നെ 2 പച്ചമുളക് എരിവിനനുസരിച്ച് വേണം കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് വഴന്നങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ മഷ്റൂംസ് ചേർത്ത് കൊടുത്തു. ഇത് ബട്ടൺ മഷ്റൂംസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 350 ഗ്രാംസോളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്രയും വേണം, എന്നാലേ അതിനത്രയും നല്ല ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. അപ്പം ഈ മഷ്റൂംസിൽ നിന്ന് വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി തുടങ്ങും. ആ സമയത്ത് നമ്മൾ ഇത്തിരി ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. സോ സോൾട്ട് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ ആണ് കേട്ടോ. ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മുടെ ടൊമാറ്റോ ചേർത്ത് കൊടുത്തു. അപ്പം പുളി ഇത്തിരി കൂടെ ആവശ്യമുള്ളവർക്ക് 1-2 ടൊമാറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ടർമറിക് പൗഡറാണ്. സോ അതും ചേർത്ത് വെള്ളമൊക്കെ വറ്റി സെറ്റായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള നമ്മൾ റോസ്റ്റഡ് സ്പൈസസ് നമ്മൾ ചേർത്ത് കൊടുത്തു, ആ മസാല. അപ്പം പിന്നെ ഇനി അധികം നേരമൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ലെഫ്റ്റ് ഓവർ റൈസോ അല്ലെ അന്ന് തന്നെ കുക്ക് ചെയ്ത റൈസോ ചേർത്ത് കൊടുക്കാം. ഞാൻ ജീരകശാല റൈസ് വെച്ചിട്ടാണ് ചെയ്തെടുത്തത്. ഇത് 3 ഗ്ലാസ്, ചെറിയ ഗ്ലാസ്സിന് 3 ഗ്ലാസ് റൈസ് ഉണ്ട്. അപ്പം നമ്മുടെ ഇതിന് ഒരു നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് ഇത്തിരി ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഉപ്പൊക്കെ ഒന്ന് നോക്കി. ഇത് നമ്മുടെ ഗീ ആണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ വരുന്ന ഗീയും കൂടെ ഒന്ന് ആഡ് ചെയ്തു. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ അപ്പം നമ്മളിത് കഴിച്ചത് പപ്പടം, ഒരു സാലഡ്, പിന്നെ നമ്മുടെ വി ഹാൻഡ്സിൻ്റെ ബീട്രൂട്ട് പിക്കിൾ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് വി ഹാൻഡ്സ്.